വില്ലേജ് ഡയറി ഐസ്ക്രീമിൻ്റെ ഈ വർക്ക് ഞങ്ങൾ കമ്മിറ്റ് ചെയ്യുമ്പോൾ കിരൺ ചേട്ടൻ ആകെ ഒരു കാര്യം പറഞ്ഞുള്ളൂ, ഞങ്ങൾ വർക്കിന് മുമ്പ് ആ പ്രൊഡക്റ്റ് ടേസ്റ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് വളരെ ഫ്രഷ്നെസ് ഉള്ളൊരു ടേസ്റ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആ ഫ്രഷ്നെസ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വർക്കിലും കൊണ്ടുവരണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ മൂന്നാർ പോലെയുള്ള വളരെ നല്ലൊരു ലാൻഡ്സ്കേപ്പിനെ സെലക്ട് ചെയ്തത്. പിന്നെ ഇതിൻ്റെ അടുത്തൊരു ചാലഞ്ചായിരുന്നു ഇതിലേക്കുള്ള കാസ്റ്റിംഗ്. മെയിൻ 3 കഥാപാത്രങ്ങളാണ് നമുക്കുള്ളത്. ഒന്നൊരു കുഞ്ഞു കുട്ടി, അതുപോലെ തന്നെ അതിൻ്റെ എക്സ്ട്രീം ആയിട്ടുള്ള വയസ്സായിട്ടുള്ളൊരു അങ്കിള്, അതിൻ്റെ കൂടെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ളൊരു പപ്പിക്കുട്ടി. അവർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈ വർക്കിൻ്റെ മൊത്തം ലീഡ്സും അവർ തന്നെയാണ്. പിന്നീട് ഇവരുടെ ആക്ടിവിറ്റീസ് എൻജോയ് ചെയ്യുന്ന ഒരു ഫാമിലി, മൊത്തം നമ്മുടെ ഫാമിലീനെ ഇൻക്ലൂഡ് ചെയ്യാവുന്ന രീതിയിലാണ് കാസ്റ്റിംഗ് പോയിട്ടുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ക്രിയേറ്റീവ് ഗ്രൂവിനെ കുറിച്ചിട്ടാണ്. കാരണം ഞങ്ങളെ സെലക്ട് ചെയ്തിരുന്ന സ്ഥലം മൂന്നാറാണ്. നമ്മുടെ ലൊക്കേഷനാണെങ്കിൽ ആനയൊക്കെ ഇറങ്ങുന്നൊരു സ്ഥലമായിരുന്നു. അപ്പം വാഹനങ്ങളുടെ ഒക്കെ വരവ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നിട്ട് പോലും ഞങ്ങളുടെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റും വളരെ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ അവിടെ പോയി സെറ്റിട്ട്, അതിൻ്റെ അസോസിയേറ്റ് ആവട്ടെ, എഡിറ്റർ KK ആവട്ടെ, ക്യാമറ ചെയ്ത പ്രവീൺ ചേട്ടനാവട്ടെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരുപാട് റിസ്ക് ഉണ്ടായിട്ട് പോലും മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഞങ്ങൾക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി.